if you hear this sound, then go on, bend your back. Go on, bend your knees, baby, shake it to the max. പോത്തിന്റെ സീസൺ ആണല്ലോ, നിങ്ങൾ നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട 5 പോത്ത് സിനിമകൾ. നമ്പർ 1, നോട്ട് ഓക്കെ. സോഷ്യൽ മീഡിയയിൽ പ്രശസ്തി നേടാൻ വേണ്ടി ഒരു യുവതി ബോധപൂർവ്വം ഒരു നുണ പറയുകയും ആ നുണ വലിയൊരു ദുരന്തത്തിന്റെ ഭാഗമായി മാറുകയും ചെയ്യുന്നു. തുടർന്ന് അവർക്ക് ലഭിക്കുന്ന ശ്രദ്ധയും അതിന്റെ ഭവിഷ്യത്തുകളുമാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത്. നമ്പർ 2, സ്പ്രീ. വൈറലാവാൻ അതിയായ ആഗ്രഹമുള്ള ഒരു ഡ്രൈവർ ലൈവ് സ്ട്രീമിലൂടെ ശ്രദ്ധ നേടാൻ നടത്തുന്ന ഭീകരമായ ശ്രമങ്ങളാണ് ഈ സിനിമയുടെ വിഷയം. പ്രശസ്തിക്കുള്ള ഭ്രാന്തമായ ഓട്ടത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ഡാർക്ക് ത്രില്ലറാണ് ഈ സിനിമ. ഇൻഗ്രേഡ് ഗോസ് വെസ്റ്റ്. സോഷ്യൽ മീഡിയയിലെ ഒരു ഇൻഫ്ലുവൻസറോട് അമിതമായ താല്പര്യം തോന്നുന്ന ഒരു യുവതി അവരുടെ ജീവിതത്തിലേക്ക് അതിക്രമിച്ച് കയറാൻ ശ്രമിക്കുന്നതും തുടർന്നുണ്ടാവുന്ന പ്രശ്നങ്ങളുമാണ് ഈ ചിത്രത്തിലെ വിഷയം. ഈ സിനിമ ഓൺലൈൻ മോഹങ്ങളും യാഥാർത്ഥ്യങ്ങളുടെയും വ്യത്യാസത്തെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്യുന്നത്. അടുത്തത് ദ ഹേറ്റേഴ്സ്. ഇതൊരു പോലീസ് സിനിമയാണ്. തന്റെ വ്യക്തിപരമായ ലക്ഷ്യങ്ങൾ നേടാനും വിദ്വേഷം വരുത്താനും വേണ്ടി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരു യുവാവിന്റെ കഥയാണിത്. സോഷ്യൽ മീഡിയ മാനിപ്പുലേഷനെ കുറിച്ചിട്ടുള്ള ഒരു ത്രില്ലർ സിനിമയാണിത്. 5ാമത്തെ സിനിമ മെയിൻ സ്ട്രീം. ഇന്റർനെറ്റ് താരമാകാൻ ആഗ്രഹിക്കുന്ന ഒരു യുവാവിനെ ചുറ്റിപ്പറ്റിയാണ് ഈ സിനിമയുടെ കഥ. പെട്ടെന്നുള്ള വൈറൽ താരപദവിയും അതിന്റെ അപകടങ്ങളുമാണ് ഈ സിനിമയുടെ തീം. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള പോത്തിന്റെ സിനിമ ഏതാണെന്നുള്ള താഴെ കമന്റ് ചെയ്യുക. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പോത്തിന്റെ കഥ അതിവിടെ പറയണ്ട, ആ പോത്ത് സത്തുപോയി ഗായ്സ്. അപ്പോൾ ഫോളോയും സബ്സ്ക്രൈബും ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ ബൈ.